അൻപോടെ 50 നാൾ ക്രൂശുമായി നിൻ വഴിയേ തളരാതെ നീങ്ങാൻ നിൻ കൃപയേകണമേ. നിരാശ. ആശകൾക്കും പ്രതീക്ഷകൾക്കും മുളയ്ക്കാനായി സാധ്യതകളൊന്നുമില്ലെന്ന തിരിച്ചറിവിൽ മനുഷ്യ ജീവിതത്തിന് തോന്നുന്ന പടുകുഴിയുടെ അനുഭവമാണ് നിരാശ. സുഖമാണോ എന്ന കുശലാന്വേഷണത്തിൽ പോലും എന്ത് സുഖം എന്ന എക്സ്ക്ലമേഷൻ മാർക്കും ഇട്ട് നെഗറ്റീവ് മാത്രം പറയുന്ന നെഗു മനുഷ്യരെ പരിചയമില്ലേ? അവരെ കണ്ടാലോ മിണ്ടിയാലോ തളർച്ച നമ്മിലും പകരും. ഒരു തരം ദുരന്തോ എക്സ്പ്രസ്. ഇസ്രായേൽ ജനം 40 വർഷത്തെ അതിസാഹസികമായ മരുഭൂമി യാത്രയിൽ അവസാനം കാനാൻ ദേശം കണ്ടു. മോശ 12 ഗോത്രത്തിലെയും തലവന്മാരെ കാനാനിലേക്ക് രഹസ്യ നിരീക്ഷണത്തിന് അയച്ചു. 40 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ തിരിച്ചെത്തിയ അവർ 2 സാക്ഷ്യങ്ങൾ നൽകി. 10 പറഞ്ഞു, കാനാൻ പാലും തേനും ഒഴുകുന്ന സുന്ദരഭൂമിയാണ്. പക്ഷെ അവിടുത്തെ തദ്ദേശവാസികൾ അവർ വലിയ മല്ലന്മാരാണ്. നമുക്ക് ഈജിപ്തിലേക്ക് തിരിച്ചു ഓടുന്നതാണ് നല്ലത്. എന്നാൽ ജോഷുവയും കാലബും പറഞ്ഞു, വേഗം നമുക്ക് കാനാൻ സ്വന്തമാക്കാം. ദൈവം അവിടെ നമ്മെ വളർത്തും. നിരാശയുടെ പടുകുഴിക്കാർക്ക് തിരിച്ചോടണം. പ്രതീക്ഷയുടെ ദൈവദാസർക്ക് നടന്നു തീർന്ന വഴികളിലെ ദൈവാനുഭവം കൂട്ടുണ്ട്. ജീവിത വഴികളിൽ ചെങ്കടൽ താണ്ടിയതും കാടപ്പക്ഷിയും മന്നയും പാറയിലെ തെളിനീരും അവർക്കൊരിക്കലും മറക്കാനാവില്ല. മറക്കുന്നവരാണ് ഇടറുന്നത്. ചില മനുഷ്യർക്ക് പക്ഷേ ജീവിതം താങ്ങാനാവുന്നില്ല. അവർ വല്ലാതെ തളർന്നു പോകും. ഡിപ്രഷൻ നമ്മുടെ കുടുംബങ്ങളിൽ വളരെ സാധാരണമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ ചികിത്സയെടുക്കാനോ പലരും തയ്യാറല്ല. കൃത്യസമയത്ത് ചികിത്സിക്കേണ്ടതിന് പകരം അന്ധവിശ്വാസങ്ങൾക്കും ആൾദൈവങ്ങൾക്കും പിന്നാലെ പോയി ജീവിതം കൈവിട്ടു പോകുന്നവരെ അടുത്ത് പരിചയമുണ്ട്. നിരാശയിൽ കുടുങ്ങിപ്പോയവരെ നിങ്ങൾ വീണ്ടും വീണ്ടും വീണെടുത്ത് നിന്ന് കുരിശുമായി എഴുന്നേൽക്കണം. ക്രിസ്തുവിൻ്റെ തോളിൽ പിടിച്ച് വീണെടുത്ത് നിന്ന് കുരിശുമായി എഴുന്നേൽക്കുന്ന ക്രിസ്തു സകല നിരാശയ്ക്കുമുള്ള പ്രതീക്ഷയുടെ ഉത്തരമാണ്.